ഇക്ബാൽ, അവിടെ സംഘർഷാവസ്ഥ തുടരുകയാണല്ലോ. എന്താണിപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ബാരിക്കേഡിന് അപ്പുറത്തേക്ക് കടക്കാൻ സമ്മതിക്കുന്നില്ല. പക്ഷെ പോലീസുമായുള്ള വാക്കേറ്റം ഏത് കാര്യത്തിനാണ്? പാലക്കാട് ചിറ്റൂരിൽ നിന്നുള്ള പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ്. വൈദ്യുതി മന്ത്രിയുടെ ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസ് മാർച്ച്. യൂത്ത് കോൺഗ്രസ് മാത്രമല്ല, കോൺഗ്രസ് പ്രവർത്തകരും മാർച്ചിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇക്ബാൽ, ഈ ദൃശ്യങ്ങളിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല എന്ന് തോന്നുന്നു, കോൺഗ്രസ് പ്രവർത്തകരുമുണ്ട്. എന്താണിപ്പോൾ അവിടെ ഒരു തർക്കം നടക്കുന്നത്? എന്താണ് ഏതാനും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധക്കാർ ഈ ബാരിക്കേഡ് മറികടന്ന് മന്ത്രിയുടെ ഓഫീസിലേക്ക് നീങ്ങാനുള്ള ശ്രമം നടത്തിയിരുന്നു. ഇതിനിടയിൽ പോലീസ് ഇവരെ തടുത്തു. ഇതിനിടയിൽ ചില പ്രതിഷേധക്കാർക്ക് നേരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് കയ്യേറ്റം ഉണ്ടായെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ കൂടുതൽ പോലീസിന് നേരെ പ്രകോപനം രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. പോലീസിന്റെ കയ്യിൽ നിന്നും ഷീൽഡ് ഉൾപ്പെടെ പ്രതിഷേധക്കാർ പിടിച്ചു വാങ്ങിക്കൊണ്ട് ഈ ഭാഗത്തേക്ക് എത്തി പ്രതിഷേധം കടുപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. കോൺഗ്രസിന്റെ നേതാക്കൾ ഉൾപ്പെടെ ഇവിടെയുണ്ട്. DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഈ മാർച്ചിനൊപ്പം ഇവിടെയുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അല്പസമയം മുമ്പാണ് ഈ വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ മന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഇതിനിടയിലാണ് ഇപ്പോൾ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസിന്റെ ഭാഗത്ത് കയ്യേറ്റം ഉണ്ടായെന്ന് ആരോപിച്ചുകൊണ്ട് ഇപ്പോൾ ഇത്തരത്തിലൊരു മാറ്റത്തിലേക്ക് നമ്മൾ ആരകത്ത് പോയാലും നമ്മൾ അവരെ കൊണ്ടേ പോകുള്ളൂ. ദയവ് നമ്മുടെ ഈ പരിപാടി വിനീതമായി ജില്ലാ നേതാക്കൾ അതുപോലെ തന്നെ സംസ്ഥാന നേതാക്കളെല്ലാം ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതാവായിട്ടുള്ള അഡ്വക്കേറ്റ് അജ്മലിന്റെ നേരെ പോലീസിന്റെ ഭാഗത്ത് കയ്യേറ്റം ഉണ്ടായെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം അല്ലെങ്കിൽ പോലീസിന് നേരെ നേരിട്ട് തന്നെ ഉണ്ടാവുന്ന സാഹചര്യങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ എത്തിച്ചിട്ടുള്ളത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സംസ്ഥാന നേതാക്കളാണിവ. ഇവർ പോലീസിന് നേരെ പ്രതിഷേധക്കാരെ കയ്യേറ്റം ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പോലീസിന് നേരെ വീണ്ടും ഉന്നതങ്ങളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ചില പ്രതിഷേധക്കാർ ഇതിനിടയിൽ ഈ ബാരിക്കേഡ് മറികടന്ന് മന്ത്രിയുടെ ഓഫീസിലേക്ക് നീങ്ങാനുള്ള ശ്രമം നടത്തിയിരുന്നു. ആ പ്രതിഷേധക്കാരെയാണ് പോലീസ് തടഞ്ഞ് തിരിച്ചിങ്ങോട്ട് തന്നെ എത്തിച്ചത്. പക്ഷേ ഇതിനിടയിലാണ് തങ്ങൾക്ക് നേരെ കയ്യേറ്റം ഉണ്ടായതാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ പറയുന്നത്. ഏതായാലും പോലീസുമായി സംസാരിച്ച് നേതാക്കൾ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമത്തിലേക്ക് കടന്നുണ്ട്. പക്ഷേ ഏത് വിധേനയും പ്രതിഷേധം അവസാനിപ്പിക്കില്ല. വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ മന്ത്രിക്ക് നേരെ അല്ലെങ്കിൽ മന്ത്രിയുടെ ഓഫീസിന് നേരെ തുടർച്ചയായി തന്നെ ഈ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നാണ് പ്രതിഷേധക്കാർ അറിയിച്ചിട്ടുള്ളത്. നിലവിൽ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നേരത്തെ ഉദ്ഘാടന കാര്യങ്ങൾ ഉൾപ്പെടെ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നടത്താൻ വേണ്ടി സാധിച്ചില്ല. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ ഇവിടേക്ക് എത്തിയ ഉടൻ തന്നെ പിന്നീട് പോലീസും പ്രവർത്തകരും തമ്മിൽ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയായിരുന്നു. ഇപ്പോൾ ഏതായാലും പ്രശ്നം സംസാരിച്ച് പരിഹരിച്ചതിന് ശേഷം പ്രതിഷേധക്കാർ ഉദ്ഘാടന പരിപാടിയിലേക്ക് കടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പ്രതി ശരി, സംഘർഷം അവസാനിച്ചിരിക്കുന്നു. ഏതായാലും വൈദ്യുതി വർധനയിൽ പ്രതിഷേധിച്ചാണ് വൈദ്യുതി മന്ത്രിയുടെ ചിറ്റൂരിലെ ഓഫീസിന് മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടന്നത്.